അങ്ങയുടെ പ്രധാന രചനകൾ ഏതെല്ലാമാണ്? രചനകൾ ആദ്യം തുടങ്ങുന്നത് നമ്മുടെ വാമന ഉസ്താദിന്റെ കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ്. പിന്നെ ഒരു ഗ്രന്ഥം ആരംഭിച്ചിട്ടുണ്ട്. കഅബാലയ നവീകരണം മാപ്പിളപ്പാട്ടാണ് ആദ്യം ഞാൻ മദ്രസ വിദ്യാലയത്തിൽ ഇരിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. പിന്നീട് കിതാബ് സൗമ് മലയാള വിവർത്തനം രണ്ടാമത് വിവർത്തനം ചെയ്തിരുന്നത്. സൗമിന്റെ കിതാബേ 10 കിതാബിലാണ് സൗമ്. ആ കിതാബ് എഴുതുമ്പോൾ എൻ്റെ ഓർമ്മ ഇബ്രാഹിം മൗലവി കിടങ്ങയം ആണ് അവതാരിക എഴുതിയതെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. വാമന ഉസ്താദിന് ശേഷമാണ് അത്. ഫാത്തിഹ വ്യാഖ്യാനവും മതയുക്തിവാദവും മുഹമ്മദല്ല സമ്പൂർണ്ണാവലോകനം എന്ന് പറയുന്ന കുറേ ഘട്ടങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആരംഭിച്ചാണ്. മുഹമ്മദല്ലയുടെ വളരെ വാദപ്രതിവാദങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ അതിൻ്റെ ഘട്ടങ്ങളിലായിരിക്കും അത് എഴുതിയ. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് അങ്ങ് മൊത്തത്തിൽ എത്ര ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്? 44 ഇപ്പം 47ാമത്തെ പുസ്തകമാണ്. ഇപ്പോഴ് ഇത് അച്ചടിക്കാനായിട്ട് 2 പ്രസ്സുകളിലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഒന്ന് അത്ഭുത മഹാസംഭവങ്ങൾ പ്രവാചക ദൃഷ്ടാന്തങ്ങളിൽ, ശാദിനി സരണികൾ മറ്റൊന്ന് ഇപ്പൊ ഇവിടെ അടിക്കുന്നത്, മറ്റൊരു മഞ്ചേരിക്കാർക്ക് അരങ്ങം. അപ്പം ഇത് രണ്ടും അച്ചടിച്ചാൽ രണ്ടും കൂടെ ഒന്നിച്ച് കൊല്ലത്ത് പ്രസ് ക്ലബിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യണം ഇൻഷാ അല്ലാഹ്. രചന വൈഭവം, രചനയുടെ രചനയുടെ കാര്യങ്ങളാണ്. അത് നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. രചനയുടെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇഷ്ടദാനത്തിന്റെ കാര്യം പറയാം. അപ്പം രചന സംഭവങ്ങൾ എന്ന് പറഞ്ഞിരുന്നാല് അത് വളരെ വലുതായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഈ രചനാ സമ്പ്രദായങ്ങൾ, ആദ്യം രചനാ സംവിധാനങ്ങൾ ഇവിടെ ആരംഭിക്കുന്നത് ഞാൻ പലചരക്ക് കച്ചവടക്കാരനായി മാറിയെന്ന് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പം പലചരക്ക് കച്ചവടക്കാരനായി മാറി അവിടെ ഇരിക്കുമ്പോൾ വിദ്യാഭ്യാസ മേഖല, എൻ്റെ വിദ്യാഭ്യാസ മേഖല എത്രാം ക്ലാസ്സാണ്? 4ാം ക്ലാസ്സാണ്. ആ 4ാം ക്ലാസ് വിദ്യാഭ്യാസ മേഖലയിൽ ഇരുന്നുകൊണ്ട് പലചരക്കടയുടെ മുമ്പിൽ ഒരു പട്ടിടയുണ്ട് എനിക്ക്. ആ പട്ടിടയിൽ ഞാൻ ഇരിക്കുമ്പോൾ അതിൻ്റെ വലതുവശത്ത് ഒരു അലമാരയുണ്ട്. ആ അലമാരയുടെ പുറകുവശത്ത് നിസ്കരിക്കാൻ സ്ഥലമിട്ടിരുന്നു. ആ നിസ്കരിക്കുന്ന സ്ഥലമിട്ടിട്ട് അവിടെ നിസ്കരിക്കും. അപ്പം ഞാൻ ഇവിടെ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കും. അവിടെ ഞാനൊരു ഒരു ഫലകം തൂക്കി, ഒരു 2-3 അടി വീതി നീളം അതുപോലെ സ്ക്വയർ ആയിട്ടുള്ള ഒരു ഫലകം ഉണ്ടാക്കി അതിനകത്ത് എഴുതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ ലേഖനം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇന്ന വർഷം ഇത്രാം തീയതി ആനക്കലഹ മത്സരം 40-ാം ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂജാതരായി എന്ന് എഴുതുന്ന ഒരു വാചകം പൂർത്തിയാക്കിക്കൊണ്ട് ഒറ്റ വാചകത്തിൽ എഴുതി ഒരു ലേഖനമായിട്ട് 5 വരിയോ മറ്റോ ഉണ്ട്, വലിയ ബോർഡ്. അങ്ങനെ തുടക്കം അത് തുടക്കമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. ഈ ഇത് പറഞ്ഞുകൊണ്ടാണ് അത് തൂക്കിയിട്ട് ഒരുപാട് കാലം അതവിടെ കിടന്ന്, അതിൻ്റെ മുമ്പിൽ അത് കിടന്ന് ഞാൻ അപ്പുറത്ത് നിസ്കരിക്കും, ഇപ്പുറം പൊട്ടിട, അങ്ങനെ ഇരുന്ന് കുറേ വർഷം കഴിഞ്ഞ് ഞാൻ അതെല്ലാം കഴിഞ്ഞ് കോളേജിൽ പോകുമ്പോൾ ഞാൻ എൻ്റെ അനിയൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഈ കടയൊക്കെ നോക്ക്, ഞാൻ ഇരിക്കാൻ ഒക്കുന്നില്ല, എൻ്റെ മെഡിസിന് കുറച്ച് ഭാരവും കൂടിപ്പോയി, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോട്ടെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കട അതിന് കെട്ടിടത്തിൽ മാമ, നമ്മളിപ്പോൾ മാമ എന്ന് പറയുന്നത് പിന്നീട് ബന്ധത്തിൽ വന്നതാണ് മാമ ആയത്. അനിയൻ വിവാഹം കഴിക്കുന്ന അവരുടെ ബന്ധത്തിൽ നിന്നാണ്, അതുകൊണ്ട് മാമ ആയതാണ്. അതിന് മുമ്പ് ബന്ധമൊന്നുമില്ല. എനിക്ക് അദ്ദേഹം തെക്കവിട്ടതല്ല, കടവയ്ക്കാൻ എനിക്ക് സ്ഥലം തന്നതാണ്. ആ കടവയ്ക്കാനുള്ള സ്ഥലം പിന്നീട് എന്ത് ചെയ്തു, ആ സ്ഥലത്താണ് ഇന്ന് വലിയ പള്ളി നിൽക്കുന്നത്, വലിയ തെക്കാവ് നിൽക്കുന്നത്. ഏത് തെക്കാവ്? വളവിലെ തെക്കാവ് മൊഹീദ്ദീൻ പള്ളി. ജുമയുണ്ട് ഇപ്പോൾ അവിടെ ജുമയുണ്ട്. അപ്പോൾ ആ സ്ഥലം അള്ളാഹു അതിനായിട്ട് അന്നേ തിരഞ്ഞെടുത്തതാണ്. അതുകൊണ്ടാണ് എന്നെ അവിടെ നിസ്കരിച്ചിട്ടുണ്ട്. അവിടെ തന്നെ പള്ളിയായി. അപ്പൊ രചനയുടെ തുടക്കം അങ്ങനെയായിരുന്നു. രചനയുടെ തുടക്കം അതാണ്. അവിടെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് വാമന ഉസ്താദിന്റെ കാലഘട്ടത്തിൽ ഞാൻ ഈ കിതാബ് എഴുതി തുടങ്ങി. ഇതിപ്പോ ഞാൻ കാണിച്ചു തന്നില്ലേ, കിതാബ് സൗം മലയാള വിവർത്തനം എഴുതി കഴിഞ്ഞു. അതിനു മുമ്പ് ഈ തുടക്കത്തിലാണ് കഅബാലയ നവീകരണമാണ് ആദ്യം കവിത എഴുതിയത്. കവിതയായിട്ട് മാപ്പിളപ്പാട്ടായിട്ട് എഴുതി.
അതാണ് വാമന ഉത്സാഹ് പിന്നെ അവതാരി എഴുതിയിട്ടുള്ളത്. മറ്റത് പിന്നെ കിടങ്ങയ ഉസ്താദാണ് ഈ കിതാബ് സൗം എഴുതിയത്. അവതാരി അവതാരി എഴുതിയത്. അങ്ങനെ അത് കഴിഞ്ഞ് ആ ഘട്ടവും നീങ്ങി.